കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 9√2, 4√6, 8√3, 6√5 ഇവരെ കണക്ട് ചെയ്ത് 2 സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ ചെറുതാര് വലുതാര് എന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യണം. ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇവരെ അങ്ങ് സ്ക്വയർ ചെയ്യുക. കാരണം √2ഉം √6ഉം √3ഉം √5ഉം ഒന്നും നമുക്ക് ആക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ആ റൂട്ടിൻ്റെ പ്രസൻസ് പോകാനായിട്ട് ഇവരെ അങ്ങ് സ്ക്വയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞ് 9√2നെ സ്ക്വയർ ചെയ്യുമ്പം 9നെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 81 √2നെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 2 ആയി മാറും. അപ്പോൾ ആദ്യത്തെ ആളുടെ വില എന്തെന്ന് ചോദിച്ചാൽ 162 പറയാം. ഇനി രണ്ടാമത്തെ ടൈം പറയൂ. 4√6നെ സ്ക്വയർ ചെയ്യുമ്പം 4ൻ്റെ സ്ക്വയർ 16 √6ൻ്റെ സ്ക്വയർ 6. അപ്പോൾ അതിൻ്റെ വില എന്തെന്ന് ചോദിച്ചാൽ 16 × 6 96. ഓക്കെ ആണോ? അടുത്ത ആൾ 8√3 അതിനെ സ്ക്വയർ ചെയ്യാൻ പോവാം. 8നെ സ്ക്വയർ ചെയ്യുമ്പോൾ 64, √3യെ സ്ക്വയർ ചെയ്യുമ്പോൾ 3, 64 × 3 192 കിട്ടും അതിൻ്റെ വാല്യൂ. ക്ലിയർ ആയോ? അടുത്തത് 6√5 അവിടെ ഞാൻ സ്ക്വയറിങ് നടത്തുക. 6നെ സ്ക്വയർ ചെയ്യുമ്പോൾ 36, √5നെ സ്ക്വയർ ചെയ്യുമ്പോൾ 5 അപ്പോൾ 36 × 5 എത്ര എന്ന് കിട്ടും? 180 എന്ന് കിട്ടും. ക്ലിയർ ആണോ ഇത്രയും? അപ്പോൾ ആ 4 ടേംസിനെയും സ്ക്വയർ ചെയ്ത് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വാല്യൂസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഏറ്റവും ചെറുത് ആരെന്ന് ചോദിച്ചാൽ 96 വില വന്നത് ഇതാണ് അല്ലേ? അത് രണ്ടാമത്തെ ആളല്ലേ? അപ്പോൾ ഇവിടുത്തെ നമുക്കിങ്ങനെ എഴുതാം. ഇവിടുത്തെ ഏറ്റവും ചെറുത് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ 4√6. ഇനി ഇവിടുത്തെ ഏറ്റവും വലുത് ആരെന്നാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഏറ്റവും വലുത് എൻ്റെ കുട്ടികൾ നോക്കിയേ 192 വില വന്നവനാണല്ലോ ഏറ്റവും വലുത്. അതാരാണ്? സെക്കൻഡ് ലാസ്റ്റ് 1 ആണ്. 8√3 ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരി തന്നെയാണ്. ഓക്കെ ആണോ? ശരി, താങ്ക് യു.